ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ ധർമ്മ പ്രജാപതിയുടെയും അധർമ്മ പ്രജാപതിയുടെയും ഒക്കെ വിവാഹത്തെ എങ്ങനെയാണ് നമ്മൾ ഭാര്യയെ കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറയുന്ന ശരിയായ മാലാക ആരെയാണ് നമ്മൾ വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ പലരും നമ്മളോട് പറഞ്ഞു കൂടുതൽ അത്തരം കാര്യങ്ങൾ, നമ്മുടെ കഥകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ കേൾക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നൊക്കെ. നിങ്ങളുടെ താല്പര്യത്തെ മാനിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഭാഗവതം വിസ്തരിച്ച് പറയേണ്ടതാണ്. ഈ കഥകളൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വയംഭൂമനുവിൻ്റെ പുത്രിമാരെ കുറിച്ചാണ് പറഞ്ഞത്. അതേസമയം സ്വയംഭൂമനുവിന് 2 ആൺകുട്ടികളുണ്ട്. അതിൽ മൂത്ത പുത്രൻ എന്ന് പറയുന്നത് പ്രിയവ്രതനാണ്, അതുപോലെ ഉത്താനപാദൻ. അപ്പോൾ പ്രിയവ്രതനും ഉത്താനപാദനുമായിട്ട് 2 മക്കളുണ്ട്. അതിൽ ഈ ഉത്താനപാദൻ എന്ന് പറഞ്ഞാൽ കാല് മുകളിലേക്ക് കയറ്റി വെച്ചവൻ എന്നാണ്. അത്രയേ ഉള്ളൂ. ഈ കാല് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല. എന്തായാലും ഈ വളരെ താല്പര്യമുള്ള 2 ഭാര്യമാർ, ഇതൊക്കെ ഈ കഥ പറയുമ്പോൾ വ്യാസർ അങ്ങനെയായി ഈ തത്വത്തെ കൊണ്ടുപോയി ഘടിപ്പിച്ചു വെച്ചത്. ഉത്താനപാദൻ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചൊരു അഹങ്കാരവും ഇതൊക്കെ ഉള്ള മനുഷ്യനാണ്. അത്ര ധർമ്മമൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് പെശകുണ്ട്. അത് ഉത്താനപാദൻ്റെ കഥയിൽ അത് വരും. പക്ഷെ ഉത്താനപാദൻ്റെ 2 ഭാര്യമാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാര്യമാരാണ്. ഒരു ഭാര്യയുടെ പേര് സുരുചി എന്നാണ്, മറ്റൊരു ഭാര്യയുടെ പേര് സുനീതി എന്നാണ്. ഇതിൽ 2 പേരിലും ഓരോ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സുരുചിയുടെ മോൻ ഉത്തമനാണ്, സുനീതിയുടെ മകൻ ധ്രുവനാണ്. പക്ഷേ ഈ ഉത്താനപാദന് പ്രിയപ്പെട്ടവരായിട്ടുള്ളത് ഈ ഉത്തമനെയും സുരുചിയെയുമാണ്. എന്താ ഈ സുരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരുചി സുഷ്ടും രുചി, നല്ല ടേസ്റ്റ്, താല്പര്യം, രുചി. കാരണം ഈ മുകളിലേക്ക് കാല് കയറ്റി വെച്ചവൻ എല്ലാറ്റിലും ഈ രുചി നോക്കുന്നവനാണ്. അപ്പം അതിനോടാണ്. കാരണം രുചി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ വെറും ഭക്ഷണത്തിലെ രുചി മാത്രമല്ല, അതായത് കാമനകളുടെ പിറകെ പോകുന്നതിനെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുക സുചി എന്നത്. മകൻ ഉത്തമനാണ്, അപ്പം നമ്മൾ ആ ഉത്തമം എന്ന് പറയുമല്ലോ. എന്നാൽ സുനീതിയുണ്ട്. നീതി സമ്യക്കാവുമെന്നുള്ള ധർമ്മത്തെ പറഞ്ഞു കൊടുക്കുന്ന ഭാര്യയുണ്ട്. മൂപ്പരെ അത്ര താല്പര്യം, ആ ഭാര്യയെ ഉത്താനപാദന് താല്പര്യമില്ല. അത് അവരെ ഒരു ഭാര്യ എന്ന പരിഗണന പോലും അവർക്ക് കൊടുത്തിട്ടില്ല. അവരുടെ മകനാണ് ധ്രുവൻ. ഗംഭീരനായിട്ടുള്ള പുത്രനാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ധ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യനാണ്. ഗംഭീര ഫിലോസഫി അവതരിപ്പിക്കുന്ന ആളാണ്. കുട്ടിയായിട്ട് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഈശ്വരനോട് അതിഗംഭീരമായ പറച്ചിൽ പറഞ്ഞവനാണ്. ഈശ്വരനോട് പറയുന്നുണ്ട്. ആ കഥ നമ്മൾ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ സുരുചിയിലാണ് മൂപ്പരുടെ ഈ ഉത്താനപാദൻ്റെ താല്പര്യം, ഈ ഉത്തമൻ പയ്യനിലും. അങ്ങനെ ഇതിൻ്റെ ഈ കഥയൊക്കെ നമ്മൾ വേറെ ഓരോ വിധത്തിലൊക്കെ മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ താല്പര്യം മനസ്സിലാവില്ല, ഈ തത്വം അത് പിടികിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പം നമ്മുടെയൊക്കെ താല്പര്യം ഈ ഉത്തമനെ മടിയിൽ വെച്ച് ഈ സുരുചിയോടൊപ്പം സമയം ചെലവഴിക്കാനാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത്. ഇതൊരു ഭാര്യയും കുട്ടിയും എന്നുള്ളതിനെ മാറ്റി നിങ്ങൾ ആ മൂല്യങ്ങളെ അവിടെ
കൊള്ളിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് മൂല്യങ്ങളോട് സഹവസിക്കാനാണ് താല്പര്യം? ഈ പറഞ്ഞ സുരുചിയാകുന്ന ഭാര്യയോടും ഉത്തമനാകുന്ന പുത്രനോടും. അങ്ങനെ ആ ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുക എന്നുള്ളതാണ് ഇങ്ങോരുടെ പ്രധാന വിനോദം. ആരുടെ? ഈ ഉത്താനപാദൻ്റെ. ഏതിനെയാണോ മടിയിലിരുത്തി ലാളിക്കേണ്ടത് അതിനെ ലാളിക്കാതെ. അപ്പം ഇയാൾ എങ്ങനെയാണ്, ശരിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള വ്യാസർ കഥ പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാ. നമ്മളാണല്ലോ ഇതൊന്നും എടുക്കേണ്ടത്. കാരണം എന്താണ്, ഈ കഥയെ മുഴുവൻ ഈ എന്താണ് ഗ്രന്ഥിം നിവേശയേതെന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥത്തിന് ഞാൻ കെട്ടിട്ടിട്ടുണ്ട്, ആ കെട്ടിനെ അഴിക്കണമെന്നാണ്. ശ്രീമദ് ഭാഗവതം തന്നെ എന്തിനാണ് രചിച്ചത് എന്ന് വ്യാസർ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ പോരായ്മകൾ, മഹാഭാരതത്തിലെ പോരായ്മ ഇതിൽ തീർക്കാനാണെന്നാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിനെ ജന്മാദ്യസ്യ പറഞ്ഞിട്ടാണ്, ബ്രഹ്മസൂത്രത്തിലെ സൂത്രം പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് വേദാന്തമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഈ സാധനം, ഈ വേദാന്തം പിടികിട്ടാതെ ഭാഗവതൊന്നും ഒരു അക്ഷരം മനസ്സിലാവില്ല. നിങ്ങൾക്ക് വെറുതെ കഥ പറഞ്ഞു പോകാന്നുള്ളതേ ഉള്ളൂ, ബോബനും മോളി പറയുന്നത് പോലെ. അതാർക്കും പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ബഹുഭൂരിപക്ഷം പേരും ഈ സുരുചിയായിട്ടുള്ള ഭാര്യയെ, സുരുചി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും രുചി കണ്ടെത്തുക, രുചിയിൽ അഭിപ്രായം പറയുക, രുചിയോടൊപ്പം നിൽക്കുക, രുചിക്ക് വേണ്ടി ക്യൂ നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ചായക്കടയുണ്ട്. ആ ചായ വളരെ സ്പെഷ്യലാണ് അത്ര, ഭയങ്കര തിരക്കാണ് അവിടെ. കോഴിക്കോട് പാരഗൺ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കുക, എന്താ തിരക്കാ അത്ര. അപ്പം ഇങ്ങനെ ഓരോ ജില്ലയിലും ഉണ്ടാവും ഓരോരോ ഹോട്ടലുകൾ, അവരുടെ ബ്രാൻഡഡ് സാധനങ്ങൾ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ, നമുക്കറിയാം കോഴിക്കോട് ഭാസ്കരേട്ടൻ്റെ സർവത്ത് കട. ആ സർവത്ത് കട ഇപ്പം ഇല്ലയെന്നാണ് തോന്നുന്നു. ഉണ്ട്, ഭാസ്കരേട്ടൻ വേറെ എവിടേക്കോ ആ കടയൊക്കെ പൊളിച്ചു പോയി. അതെന്തോ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമോ എന്തോ ആയിട്ട് കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. ഭാസ്കരേട്ടൻ അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കോഴിക്കോട്ട് അവിടെ എവിടെയോ ഉണ്ട്. ഭാസ്കരേട്ടനൊക്കെ മരിച്ചുപോയി, മക്കൾ. അപ്പോൾ അവിടെ സർവത്തിന് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ 10:30-11 ആകുമ്പോഴേ കട തുറക്കുക. രാത്രി 12 മണി വരെയൊക്കെ ഉണ്ടാവും. പല ടൈപ്പ് സർവത്തുകളാണ്. SS ഒക്കെ കോഡ് ഭാഷ അവിടെ പോയാൽ പറയാം. ഭാസ്കരേട്ട ഒരു SS എന്ന് പറഞ്ഞാൽ സോഡ സർബത്ത്, ഒരു MS എന്ന് പറഞ്ഞാൽ മിൽക്ക് സർബത്ത്, ഒരു MES മിൽക്ക് എഗ്ഗ് സർബത്ത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പിന്നെ സാധാ സർബത്തും ഉണ്ട്. അപ്പോൾ ഇത് മൂപ്പരിങ്ങനെ ഒഴിക്കുന്നതും അതിൽ നാരങ്ങ പിഴിയുന്നതും ഇത് സർബത്തിൻ്റെ നന്നാറിയ എസൻസ് ഒഴിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും ഐസ് പൊട്ടിച്ചിടുന്നതും എല്ലാം ഒരു കലാപരിപാടിയാണ്. അങ്ങനെ ഗ്ലാസ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ച് അത് കഴുകിയിട്ട് കമഴ്ത്തുന്നതും എല്ലാം ഒരു ഭയങ്കര പരിപാടിയാണ്. അത് കാണാൻ തന്നെ ഒരു രസമാണ്, ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇതിന് സർബത്ത് മേടിക്കാൻ അതിന് കാത്തു നിൽക്കുന്നതിന് ഒരു, നമ്മൾ ചില ഫുട്ബോളിനൊക്കെ ഡാൻസ് പരിപാടി പോലെ മൂപ്പരുടെ ഈ പരിപാടി തന്നെ, അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പറഞ്ഞു വന്നത്, ഈ രുചികൾ തേടി പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ രുചി എവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ പുതിയ പുതിയ നല്ല നല്ല സ്ഥലങ്ങൾ റൈറ്റിംഗ് നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഫുഡിന് ഓർഡർ കൊടുക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് നോക്കും, ആളുകൾ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. രാമശ്ശേരി ഇഡ്ഡലി, എന്നാൽ അതൊന്ന് പോയി കഴിക്കണമല്ലോ. കൊട്ടാരക്കര ഗണപതിയുടെ പായസം, അമ്പലപ്പുഴ പാൽപ്പായസം, അത് ഇത് അവിടുത്തെ എന്താ ഒളശ എന്തോ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോന്നുണ്ടല്ലോ. അവിടുത്തെ പത്തിരി, ഇവിടുത്തെ പൊറോട്ട, ബീഫ്, പലർക്കും പലതായിരിക്കാം. അവിടുത്തെ കള്ളപ്പം, അത് ഇതെല്ലാം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ സുരുചിയാണ്. ഇതൊക്കെ ഈ സുരുചിയോടൊപ്പം ഉത്തമനെയും കൂട്ടിയിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പം ഇതിനെ മടിയിലിരുത്തി കുട്ടിയെ താലോലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെക്കുറിച്ച് കമൻറ്റ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ച് കമൻറ്റ് എഴുതലും ആ ഹോട്ടലിൽ പോയിട്ട് ഒരു ലൈവ് ചെയ്യലും, എന്താണ് ഗംഭീരാണ്, അതാണ് ഇതാണ്, അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഇതൊക്കെയാണ്. ഉത്താനപാദനും സുരുചിയും ഉത്തമൻ. എന്നാൽ സുനീതിയുണ്ട്. സുനീതി എന്താ? ശരിയായ നീതിയാണ്. ആ നീതി പറഞ്ഞു കൊടുക്കും.
ഇതൊക്കെ കഴിച്ച് നിങ്ങൾ ഈ കൊളസ്ട്രോളും പ്രഷറും ഈ പറഞ്ഞ BP-യും ഷുഗറും നിങ്ങൾ എളുപ്പത്തിൽ തട്ടിപ്പോവും മനുഷ്യ. അതൊന്നും ഇതുകൊണ്ട് ഈ പൊറാട്ടയൊന്നും ഇങ്ങനെ ഈ 5-6 പൊറാട്ടയൊന്നും ഡെയിലി കഴിക്കുന്നത് 3 നേരം കഴിക്കുന്നത് നല്ലതല്ല. നിങ്ങൾ രാവിലെ എണീറ്റ് നടക്കൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, കുമ്പള ജ്യൂസ് കുടിക്കൂ, പാവയ്ക്ക ജ്യൂസ് കുടിക്കൂ. ഈ പാവയ്ക്ക ജ്യൂസ് കഴിക്കാനും കുമ്പള ജ്യൂസ് കഴിക്കാനും ഒക്കെ പറയുന്ന ആളാണ് സുനീതി. അതുകൊണ്ട് സുനീതി എന്ന ഭാര്യയോട് മൂപ്പർക്ക് താല്പര്യമേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ ധ്രുവൻ മടി ഒഴിവ് കണ്ടപ്പോൾ, അച്ഛൻ്റെ മോൻ തന്നെയാണ്, ആ മടിയിൽ കയറി ഇരിക്കാൻ ഒരു ശ്രമം നടത്തി മടിയിൽ കയറി ഇരുന്ന സമയത്ത് തന്നെ ഈ സുരുചി വന്ന് മടിയിൽ നിന്ന് താഴെ പിടിച്ചിറക്കിയത്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ മഹാരാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ നീ എൻ്റെ ഉദരത്തിൽ ജനിക്കണം, എന്നിട്ട് വേണം നീ ഇരിക്കാൻ. അപ്പോൾ ഇവൻ ഈ കുട്ടി നിഷ്കളങ്കനായിട്ട് ചോദിച്ചു അത്ര, അതിന് ഞാൻ എന്താ വേണ്ടത്? അതിന് ദൈവത്തിനെ പോയി ദൈവത്തിനോട് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ദൈവത്തിനോട് പറയണമെന്ന്, ഈശ്വരനോട് പറയണമെന്നൊക്കെ. അതൊരു കഥയാണ്. വാസ്തവ ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, ശാശ്വതമായത്, സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പര്യായമാണ്. ആ സത്യത്തെ, ഉയർന്നു നിൽക്കുന്ന മൂല്യത്തെ മടിയിൽ താലോലിക്കേണ്ടുന്ന ഈ കാല് പൊക്കി വെച്ച ഉത്താനപാതൻ മൂപ്പര് താലോലിക്കുന്നത് ഈ പറഞ്ഞ സുരുചിയെയും ഉത്തമനെയുമാണ്. ഇവനൊരു അവസരം കൊടുത്തു നോക്കി, പിടിച്ച് താഴെ ഇറക്കി. അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഈശ്വരാന്വേഷണത്തിന് പോകുന്നത്. അപ്പം നാരദർ അവനെ വിലക്കുകയൊക്കെ ചെയ്യും, മോനെ ഇത് ഭയങ്കര. അപ്പം അവൻ ചോദിക്കും, എങ്ങനെയാണ് ഈശ്വരനെ കണ്ടെത്തുക എന്നൊക്കെ അമ്മയോട് ചോദിക്കും. അമ്മ അതിൻ്റെ വഴി കൃത്യം പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ഏകാഗ്രതയെക്കുറിച്ചും അതും ഇതൊക്കെ പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ മൂപ്പര് പോയി കാട്ടിലേക്ക് പോയി കളഞ്ഞു. അങ്ങനെയാണ് നാരദരെ കാണുന്നത്. നാരദർ ഇവന് എത്രമാത്രം ദൃഢതയുണ്ട്. ഇതൊരു നേരം പോക്ക് മാത്രമാണോ, പയ്യനാണല്ലോ, നേരം പോക്ക് മാത്രമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മൂപ്പര് പരീക്ഷണമൊക്കെ അവനെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ അവൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നാരദർ ഉപദേശമൊക്കെ കൊടുത്തു, ഇങ്ങനെയാ, എന്താണ് ഇതൊക്കെ. അങ്ങനെ അവൻ്റെ ഏകാഗ്രത കൊണ്ട്, തീവ്രമായ ഏകാഗ്രത കൊണ്ട്, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് അവൻ്റെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷനായി എന്നാണ്. ആ പ്രത്യക്ഷനായ ഈശ്വരൻ എങ്ങനെ പ്രത്യക്ഷനായി എന്ന് പറയുന്നുണ്ട്. അതാ നമുക്ക് പലപ്പോഴും വിട്ടുപോകുന്നത്. ഈ ഭാഗവതമൊക്കെ കേൾക്കെങ്കിലും അതിൻ്റെ എസൻസ് പോയി പോകുന്നത് അതുകൊണ്ടാണ്. ശരിക്കും ബാഹ്യമായിട്ടാണോ ഈശ്വരനെ അവൻ പ്രത്യക്ഷപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അവൻ ഈശ്വരനെ സ്തുതിക്കുന്നുണ്ട്. അവൻ ഇപ്പോൾ ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ എന്താ ആവശ്യപ്പെടേണ്ടത്? എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നല്ലേ, അതൊന്നും അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഗതി, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അതിനാണ് എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഭഗവാനെ അങ്ങയെ പ്രത്യക്ഷപ്പെടുത്തിയത്, ഞാൻ അങ്ങയെ തപം കൊണ്ട് സന്തോഷിപ്പിച്ചത്, അതൊന്നുമില്ല. അവൻ ഈശ്വരന് ഒരു സ്തുതി നടത്തി. അതാണ് ധ്രുവൻ്റെ സ്തുതി, വളരെ പ്രസിദ്ധമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഉപനിഷത്തിലെ, നമ്മൾ ഗീതയായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഗീതയും ഉപനിഷത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശുദ്ധ വേദാന്തമാണ് അവൻ പറയുന്നത്. കേനോപനിഷത്തിലെ ശിഷ്യൻ്റെ അർജുനൻ്റെ ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നല്ലോ, കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത എന്നുള്ളത്. ഉപനിഷത്തിൽ കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. കേനോപനിഷത്തിലെ അർജുനന്റെ ചോദ്യം എന്താണ്? അത കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാർഷ്ണയ ബലാദിവ നിയോജിത. അതായിരുന്നു, ആരുടെ പ്രേരണ കൊണ്ടാണ് ഈ കൊടിയ പാപങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ളതാണ്, ഈ ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും. ഉപനിഷത്തിലെ ചോദ്യം നമ്മൾ വിസ്തരിച്ചത് കണ്ടതാണ്. ഉപനിഷത്തിലെ ചോദ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ പതിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ധ്രുവൻ അവിടെ സ്തുതിയിൽ പറയുമ്പോൾ എന്താണെന്നറിയോ, ആ കുട്ടി സത്യം അറിഞ്ഞ് സാക്ഷാത്കരിച്ചവനാണ്.
അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ധർമ്മശാസ്ത്രങ്ങളുടെ സൗന്ദര്യം. ഇത് പലതും പലതല്ല എന്ന് പറയുന്നത്. കുറേ പൊട്ടന്മാർ വിഡ്ഢികളായിട്ടുള്ളവരുണ്ട്. ഞങ്ങൾ ഭാഗവതത്തിൻ്റെ ആൾക്കാർ ഭക്തന്മാരാണ്, ഞങ്ങൾക്ക് ഈ ഭഗവത്ഗീത ഉപനിഷത്തും ഒന്നും അയ്യോ അതൊക്കെ ജ്ഞാനികളായിട്ടുള്ള ആളുകളുടേതാണ്, ഇവർ വാസ്തവത്തിൽ മണ്ടന്മാരുമാണ്, പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. നമുക്ക് അവരോടൊക്കെ എന്താ പറയുക, സഹതാപം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊന്നും പലതല്ല. ഇത് ഈ വേദാന്തത്തിൻ്റെ ബേസ് ഇല്ലാതെ ഈ സാധനത്തിനെ അടുക്കാൻ, ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അമർ ചിത്രകഥ പോലെ കഥ വായിച്ച് പോവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അതിൻ്റെ എന്ത് വരുന്നത്, അതിൻ്റെ അടി ഫൗണ്ടേഷൻ ഇതിലാണ്. അപ്പോൾ അവിടെ ധ്രുവൻ എന്താ പറയുന്നത്, അതിഗംഭീര ധ്രുവൻ്റെ സ്തുതി. അതിലെ ആദ്യത്തെ 4 വരി പറയാം. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓ എന്താണ് യോന്ത പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം. മമ വാചം, എൻ്റെ വാക്കുകൾ, യോന്ത പ്രവിശ്യ, എവിടെ നിന്നാണത് പ്രസവിക്കുന്നത്, എനിക്ക് എൻ്റെ വാക്കുകൾ ഉണ്ടാകുന്നത് എവിടെ നിന്ന്. യോന്ത പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ. എൻ്റെ ശബ്ദം മാത്രമല്ല, അങ്ങ് കാക്ക കരയുന്നതും നായ ഓരിയിടുന്നതും സകല ജീവജാലങ്ങളും. യോന്ത പ്രവിശ്യ മമ വാചമിമാം, എൻ്റെ വാക്കും അതുപോലെ തന്നെ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന, ഏതൊരു ധാമത്തിൽ നിന്നാണ്. അതുപോലെ അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ, അന്യങ്ങളായിട്ടുള്ള ഹസ്തം, ചരണം, ശ്രവണം ഇത്യാദികൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പ്രാണാൻ നമോ, പ്രഥമനായ മുഖ്യനായ പ്രാണൻ പ്രവർത്തിക്കുന്നത് എവിടുന്നാണ്. നമോ ഭഗവതേ പുരുഷായ തുഭ്യം, ആ പ്രവർത്തിപ്പിക്കുന്ന പുരുഷന്, പുരത്തിൽ ശയിക്കുന്ന, നമ്മുടെ പുരമാണേ, നമ്മളൊരു വീടാണ്, ഈ വീട്ടിൽ ശയിക്കുകയാണ് അവൻ. ശരിക്കും പറഞ്ഞാൽ വാടക വീട്ടിൽ കഴിയാണ്. ഈ വാടക വീട് ഒഴിയണം ഒരു ദിവസം. മനോഹരമായിട്ടുള്ള പഴയ ഒരു മലയാളം പാട്ടുണ്ട്, സിനിമാ ഗാനമാണ്. വാടക വീടൊഴിഞ്ഞോ താക്കോൽ താഴിട്ടു, എന്താണ് വരികളൊന്നും ഓർമ്മ വരുന്നില്ല. വേദനയോടെ ഞാൻ പടിയിറങ്ങി. ആ പാട്ടിൽ എല്ലാം മനോഹരമാണ്. ഇതിൻ്റെ കഴുക്കോല എനിക്കിഷ്ടമായിരുന്നു, ഞാൻ ഈ ഉമ്മറക്കോലായിൽ ഇരിക്കാറുണ്ടായിരുന്നു, എല്ലാം വീടിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. നോക്കൂ, അതിലെ ഒരൊറ്റയൊന്നിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. പാട്ട് ഒരു കോൺടെസ്റ്റിൽ നമ്മളൊരു വളരെ അടുപ്പമുള്ള ഒരു വീട്ടിൽ വാടക വീട് ഒഴിഞ്ഞു പോണതായിരിക്കാം. ആ സിനിമ ഏതാണെന്നൊന്നും നമുക്ക് ഓർമ്മയില്ല, കഥയൊന്നും ഓർമ്മയില്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ വിചാരിതമായി കടന്നു വന്നതാണ്. അതിൻ്റെ മുഴുവൻ വരികളും അറിയില്ല. വാടക വീട് ഒഴിഞ്ഞു ഞാൻ, വാതിൽ താഴിട്ടു, താക്കോലേൽപ്പിച്ചു, വേദനയോടെ പടിയിറങ്ങി, അങ്ങനെ പാടുന്ന ഒരു ഫീമെയിൽ വോയിസാണ്. അതിൽ ഇതൊക്കെ ഉണ്ട്, എന്താ കഴുക്കോലും അതും ഇതൊക്കെ ഉണ്ട്, പറയുന്നുണ്ട്. കോലായിൽ ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നോക്കൂ, ആ വാടക വീട് എന്ന് പറഞ്ഞ വാസ്തവത്തിൽ നമ്മുടെ ശരീരമാണ്. അത് ചെറിയത് എന്താണെന്നറിയോ, വേദനയോടെ പടിയിറങ്ങി ഇല്ല, സന്തോഷമായിട്ട് തന്നെ പടിയിറങ്ങണം. ഈ ശരീരമാകുന്നതിൽ ഞാൻ വാടകയ്ക്കായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്. ഓരോരുത്തരും ഇതിന്ന് പടിയിറങ്ങുന്ന എത്ര വർഷമാണ്, വാടക പോലും കൊടുക്കാതെ താമസിച്ചത്. അപ്പോൾ വേദനയോടെ പടിയിറങ്ങി എന്ന് പറയുമ്പം നമുക്ക് വേറൊരു കോണ്ടസ്റ്റിൽ എടുക്കാം അത് കേട്ടോ. എന്താണ് അവിടുത്തെ വേദന എന്ന് പറഞ്ഞാൽ, അത്രമാത്രം സ്നേഹിച്ചിരുന്നു, സന്തോഷമുള്ളൊരു വേദനയാണ്, പ്രസവ വേദന പോലെ. ആ വേദന പോസിറ്റീവാണല്ലോ, അതുപോലെ അങ്ങനെ നമുക്ക് അങ്ങനെ എടുക്കാം.
അല്ലാതെ ഹൗസ് ഓണറെ ശപിച്ചുകൊണ്ടുള്ള ഒരു പോക്കല്ല. ഹൗസ് ഓണർ മൂപ്പരാണ്. സർവക്ഷേത്രേഷു ക്ഷേത്രജ്ഞം ചാപിമാം വിധി. നിങ്ങൾ ആ വരികളൊന്ന് പറ്റുമെങ്കിലൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നോക്കൂ. എന്നിട്ട് അത് മുഴുവൻ നമ്മളാകുന്ന ശരീരത്തിലെ ഓരോരോ കഴുക്കോലും ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് പ്രധാനപ്പെട്ടതൊക്കെ, മോന്തായും കഴുക്കോലും എല്ലാം ഉണ്ടല്ലോ, ചുമരുകളും ജനാലകളും. ഈ ജനാലകൾ നമ്മൾ തുറന്നിടാറുണ്ടോ? ഈ കോലായി, ഉമ്മറും, തെക്കിനി, വടക്കിനി എന്നൊക്കെ ഓരോരോ ഭാഷയിൽ നമുക്ക് പറയാം. ചായ്പെന്നോ അത് ഇതൊക്കെ. അതിവിടെ വീടിന് ജാതിക്ക് അനുസരിച്ചിട്ടാണ് വീടുകളൊക്കെ. 4 കെട്ട് എന്ന് പറയും. ഏൻ അമ്പ്ര, എൻ്റെ ചായ്പിൽ, എൻ്റെ പൊരയിൽ എന്നൊക്കെ പറയും. ഭാഷയാണ്. ഞാൻ എൻ്റെ ഇല്ലത്തേക്ക് പോകണു, 4 കെട്ടെന്ന് വരണമെന്നൊന്നും തറവാട് എന്നൊന്നും പറയാൻ പാവപ്പെട്ടൻ എന്ന് പറഞ്ഞാൽ അവർണൻ എന്ന് പറയുന്നവനൊക്കെ അങ്ങനെ ഉണ്ടോ? വീടെന്നൊന്നും പറയില്ലല്ലോ. എൻ്റെ ചായ്പ്, എൻ്റെ കൂര, പൊര. അവൻ 8 കെട്ട്, 4 കെട്ട്, ഇല്ലം, അമ്മാത്ത്. അവനെവിടെ തെക്കിനിയും വടക്കിനിയും ഉമ്മറും കോലായും അടുക്കളയൊക്കെ. അതിൻ്റെ എല്ലാം ഒരു ചായ്പ്, കൂര, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം, എന്ത് കോലായിലോ എന്ത് വേണമെങ്കിലും. ശരീരമായി പരിഗണിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഒരു ദിവസം നമ്മൾ ഒഴിയുന്നുണ്ട്. ഈ വാടക വീട് ഒഴിയും. അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾ ഈ പാട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഈ പാട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കും, കേട്ടു നോക്കൂ. അതിലേക്ക് നിങ്ങൾ ഈ വേദാന്തം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇത് മനോഹരമാണ്. ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന്, ഈ വാടക വീട്ടിൽ നിന്ന് എനിക്ക് പോകണം. നവദ്വാരേ പുരൈദേഹി, 9 വാതിലുകളുള്ള വീടാണ്. പുരഞ്ജനോപാഖ്യാനം ശ്രീമദ് ഭാഗവതത്തിൽ. ഓ, എന്തൊരു സുന്ദരമാണെന്നറിയാം. ആ പുരഞ്ജനോപാഖ്യാനം മുഴുവൻ തത്വമായിട്ട് അതിൽ പറയുന്നത് തന്നെ പ്രാചീന ബർഹിഷ്യസിന് നാരദൻ പറഞ്ഞു കൊടുക്കുന്നത്. പുരഞ്ജനൻ, പുരത്തെ ജനിപ്പിക്കുന്നവൻ, പുരഞ്ജനി അവൻ്റെ ഭാര്യ. അപ്പം നമ്മൾ അതിലേക്ക് കടന്നാൽ ഇങ്ങനെ പോകും. അപ്പം ഈ ഉത്താനപാദൻ്റെ മകൻ സുനീതിയിൽ, ആ നീതിയിൽ ജനിച്ച ധ്രുവൻ, അവൻ സാക്ഷാത്കരിച്ചു ഈശ്വരനെ. അവൻ എന്താണ് പറയുന്നത്? യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ദിവസവും പ്രാർത്ഥിക്കേണ്ടത് ഇതാണെന്ന്. ഗുരുവായൂരപ്പ, എൻ്റെ ആ കാര്യം ശരിയാക്കണേ, ഈ കാര്യം ശരിയാക്കണേ. മൂക്കിൻ്റെ തുഞ്ചത്ത് ശ്വസിക്കാൻ പാകത്തിന് പ്രാണൻ തന്നവൻ ആരാ? ആ ഗുരുവായൂരപ്പനാ. പിന്നെ ആ ഗുരുവായൂരപ്പനോട് എൻ്റെ റേഷൻ കാർഡ് ശരിയാക്കണം, എൻ്റെ മോൻ്റെ ആ വിസ ശരിയാക്കണം, അത് ശരിയാക്കണം, ഇത് ശരിയാക്കണം. നിങ്ങളാദ്യം ഇതിന് നന്ദി പറഞ്ഞു. ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ഈ പുറത്തേക്ക് പോകുന്ന വായു ഉണ്ടല്ലോ, നിശ്വാസം, അത് അകത്തേക്ക് കയറുന്നതിന് എന്താ ഉറപ്പ്? നിശ്വാസ് കെ ഊപ്പർ ക്യാ വിശ്വാസ്. അപ്പം ഇതിൽ ഇങ്ങനെ നമ്മൾ കൂടുതൽ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് പറയുക. അപ്പം ഈ പ്രിയവ്രതൻ്റെ ഈ കഥ പറയുമ്പം, അതേപോലെ പ്രിയംവ്രതൻ്റെ കുട്ടികളുടെ പേരെന്താ? അതല്ലേ രസം. പ്രിയംവ്രതന് 3 കുട്ടികളുണ്ട്. ഉത്താനപാദനെ പോലെ പ്രിയംവ്രതനുണ്ട്. അവൻ്റെ മക്കളുടെ പേരെന്താ? ഉത്തമൻ. പിന്നെയോ രൈവതൻ, താമസൻ. ഉത്തമൻ എന്ന് പറഞ്ഞാൽ സത്വഗുണം, രൈവതൻ എന്ന് പറഞ്ഞാൽ രജോ ഗുണം, താമസൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണം. അപ്പം ഈ സത്വരജ തമോ ഗുണങ്ങളെ പുത്രന്മാരായിട്ട് അവതരിപ്പിച്ചിരിക്കുക. ആരുടെ? ഈ പ്രിയവ്രതൻ്റെ. തത്വചിന്തകൾ എന്ന് പറഞ്ഞാൽ ഈ പേരുകളിലെല്ലാം തന്നെ, ഈ പേരിൽ നിന്ന് നമ്മൾ അവരുടെ മക്കൾ, ഭാര്യ, ഇതിനെല്ലാം എടുത്ത് നിങ്ങൾ ഈ വ്യാസർ പറഞ്ഞ് ഈ കുടുക്കഴിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, കഥയുടെ ഒരു സൗന്ദര്യം ഒരു ഭാഗത്ത്,
ഫിലോസഫി അതിൻ്റെ സൗന്ദര്യം മറ്റൊരു ഭാഗത്ത്. അതാണ് ഏറ്റവും രസമായിട്ടുള്ളത്. അപ്പം ഇവിടെ ഭഗവാൻ 8ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് തമസ്വ അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം. സർവദേഹികളെയും അതെന്ത് ചെയ്യുന്നു? മോഹിപ്പിക്കും. തമസ്സിൻ്റെ ഒരു അതാണ്. അത് പിടികൂടി കഴിഞ്ഞാൽ അതിന് നമ്മൾ ലക്ഷണം പറഞ്ഞല്ലോ. എന്താണത്? ആലസ്യം. ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു തമസ്സിൻ്റെ ലക്ഷണം എന്താണ്? സത്വം സുഖേ സഞ്ചയതി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതു തമഹ പ്രമാദേ സഞ്ചയത്യുത. അപ്പം അവന് ആലസ്യം തന്നെയാണ് പ്രമാദം. ആലസ്യം നമ്മൾ ചിന്മയാൻ സ്വാമികൾ പറയുന്ന ഉദാഹരണമൊക്കെ പറഞ്ഞുവല്ലോ. അതിലും ഗംഭീരമായിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. ഒരിക്കലും ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ ഏറ്റവും എന്താ പറയുക, ഈ തമോഗുണിയിലെ ഒരു തമോഗുണി അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ഗംഭീരനായിട്ടുള്ള തമോഗുണി. രാജാവിന് ഇവനെ കണ്ടുപിടിക്കണം എന്ന്, ഇവനൊരു അംഗീകാരം കൊടുക്കണം എന്ന് തീരുമാനം. ചിലർ അങ്ങനെയുണ്ട്, ചില അവാർഡുകളൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ രാജാവ് വിളംബരം പുറപ്പെടുവിപ്പിച്ചു. അപ്പം രാജാവിൻ്റെ ഈ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ഊണുണ്ട് എന്ന് പറഞ്ഞാൽ ഓമാർ വരും എന്ന് പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞുതരാം തമോ ഗുണികളെ. അങ്ങനെ അനൗൺസ് ചെയ്തു. സദ്യ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ വിളമ്പിയ ചോറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്താ ഇത് കഴിക്കാത്തത്? പറഞ്ഞു, ഇത് കഴിക്കാൻ, ഇത് എടുത്ത് കഴിക്കണ്ടേ, പിന്നെ കൈ കഴുകണം, അവിടെ പോയി കൈ കഴുകണം, എനിക്ക് മടിയാന്ന് പറയാം. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവൻ തന്നെ തമോ കൂടി. മറ്റവന്മാരൊക്കെ കഴിക്കുന്നുണ്ട്, അവൻ കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് രാജ്യത്ത് തമോ ഗുണികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് വരാൻ ഇവർ ഈ സദ്യക്ക് വിളിച്ചാൽ വരുന്ന ഒരു വിഭാഗമുണ്ട്, അതല്ലാത്തവരും ഉണ്ടാവുകയും. നമ്മൾ തെറ്റായിട്ടൊരു അവാർഡ് കൊടുത്തുകൂടാന്ന് രാജാവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വേറൊരു മന്ത്രിയുണ്ട്, മൂപ്പരാണ് ഇതിൻ്റെ പ്രധാന ആള്. മൂപ്പരെ കാണാനില്ലായിരുന്നു. അപ്പോൾ രാജാവ് മൂപ്പരെ അന്വേഷിച്ചും പറഞ്ഞു, ഇല്ല, ആൾ വന്നിട്ടില്ല, നോക്കാൻ പോയിരിക്കുക, രാജ്യം ചുറ്റാൻ പോയിരിക്കുക, ആരെങ്കിലും ഉണ്ടോ നോക്കാം. എന്നാൽ പിന്നെ ഇവനെ തന്നെ ആക്കാമെന്ന് കരുതി രാജാവ് പറഞ്ഞു, എന്നാൽ ശരി നോക്കട്ടെ, എന്നാൽ നമുക്ക് അനൗൺസ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴേക്കാണ് മറ്റേ മന്ത്രി ഓടിക്കതച്ചെത്തിയത്. മന്ത്രി പറഞ്ഞു, വരട്ടെ, ഞാൻ ഒരുത്തനെ കണ്ടെത്തിയിട്ടുണ്ട് പറയാം. അതെയോ, എന്നാൽ ഇവിടെ വിളിക്ക്. ഇല്ല, നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ ഇവനെ കാണാൻ അങ്ങോട്ട് പോകണം. അത് ശരി, ഇങ്ങോട്ടൊന്നും വരില്ല. ഇല്ല, അങ്ങോട്ട് പോകണം. ശരി, എന്നാൽ രാജാവിനും വളരെ താല്പര്യം തോന്നി. നമുക്കെന്നാ പോവാം, അങ്ങോട്ട് പോവാം. ആരെവിടെ? അപ്പോഴേക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ആളുകൾ, നമ്മുടെ രഥം തയ്യാറാക്കൂ. രഥം റെഡി, സ്റ്റാർട്ട്. പോയി കാട്ടിൽ. രാജാവിന് ദേഷ്യം വരുന്നുണ്ട്. രാജാവ് ചോദിച്ചു, എങ്ങനെ ഇയാൾ കാട്ടിലെത്തുന്നു? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇല്ലാതെ കാട്ടിലെത്താൻ പറ്റുമോ? ഒരു തമോ ഗുണിക്ക് അങ്ങനെയല്ല മഹാരാജൻ, ഞാനെല്ലാം അന്വേഷിച്ചു. നോക്കുമ്പോൾ എന്തായാലും രാജാവ് കാട്ടിൽ അവിടെ എത്തി. ഇദ്ദേഹം പറഞ്ഞെടുത്തെത്തി ഒരു മരത്തിൻ്റെ ചോട്ടിൽ. രാജാവിന് ഈ മന്ത്രി കാണിച്ചു കൊടുക്കാം. മരത്തിൻ്റെ മുകളിൽ ഒരുത്തി ഇരിക്കുക. രാജാവിന് ദേഷ്യം വന്ന്, രാജാവ് എന്താ പറയുക, വാളൂരും. മുമ്പർക്ക് അങ്ങനെയാണ്, ദേഷ്യം വന്നാൽ വാളൂരും, സന്തോഷം വന്നാൽ മാല അഴിച്ചു കൊടുക്കും. ഇത് രാജാക്കന്മാരുടെ വീക്ക്നെസ്സാണ്, പഴയ രാജാക്കന്മാർ, ഇപ്പോഴത്തെ അല്ല. ഇപ്പോഴത്തെ രാജാക്കന്മാർ നമ്മുടെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വസൂലാക്കും, അതാണ് അവരുടെ വീക്ക്നെസ്. ഇരിക്കട്ടെ. രാജാവ് ചോദിച്ചു, ഇങ്ങനെ ഒരു അലസൻ
തമോ ഗുണി എങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറും? രജോ ഗുണമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരുത്തനും അങ്ങനെ കയറാൻ പറ്റുള്ളൂ. ശരിയല്ല, എന്നെ അധിക്ഷേപിക്കുകയാണ് മറ്റുള്ള ഇതിലൊക്കെ. രാജാവിന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജൻ അങ്ങ് കേൾക്കണം എന്നെ. എന്താ പറയൂ? അതായത് ഇവൻ താഴെ ഇരിക്കുകയായിരുന്നു. ഇവൻ ഇരുന്നത് ഈ മരത്തിൻ്റെ വിത്തിൻ്റെ മുകളിൽ ഇരുന്നതാണ്. വിത്ത് മുളച്ചു, ഇവൻ എഴുന്നേറ്റില്ല എന്ന് പറയാം. ഇതിങ്ങനെ പൊങ്ങി 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 പോവുക. ഇവൻ അങ്ങനെ അവിടെ എത്തിയതാണ്, അല്ലാതെ ഇവൻ കയറിയതല്ല എന്ന് പറയാം. കഥ ഒരു എക്സ്ട്രീമായിട്ട് തോന്നും, പക്ഷേ അങ്ങനെ അതാണ് തമസിൻ്റെ എന്താ പറയുക, മൂർധന്യത്തിൻ്റെ ലക്ഷണം. നമ്മൾ മറ്റേ എലിപ്പത്തായത്തിൻ്റെ ഇത് പറഞ്ഞില്ലേ, അതുപോലെ എലിപ്പത്തായത്തിലെ ശ്രീധരൻ, എലിപ്പത്തായത്തിലാണോ എന്നറിയില്ല, അതിൽ അടൂരിൻ്റെ സിനിമയിലാണത്. അതുപോലെ അപ്പം ഇത് ചിലപ്പം നമുക്കതങ്ങനെ നമ്മളെ പിടികൂടിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ നമ്മൾ ഓഫീസിൽ പോവാതിരിക്കും. ചിലപ്പോൾ അതൊരു പതിവാക്കും, ഒരു മാസമോ ഒരാഴ്ചയോ. ചിലപ്പോൾ അത് നമ്മുടെ ഒരു അതിലേക്ക് നമ്മൾ അങ്ങോട്ട് വഴുതി വീഴും. ചിലരെക്കുറിച്ച് നമ്മൾ പറയും, എന്തൊരു ആക്റ്റീവായിരുന്നു, ഇപ്പം കണ്ടോ. മറ്റേതെന്താണെന്നറിയോ, നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷൻ അടഞ്ഞു കഴിഞ്ഞാൽ അടുത്തതുണ്ട്, അടുത്തത് നമ്മൾ തുറക്കും. അതിൽ നമ്മൾ എന്തുണ്ടാക്കും? സാധ്യതകൾ കണ്ടെത്തും. അങ്ങനെ ആയിരിക്കണം. മറ്റേത് ഈ കാരണം പറഞ്ഞിട്ട് നിർത്തും. മഴ പെയ്യാൻ കാത്തിരിക്കുകയാണ്, മഴയാ തോന്നുന്നുണ്ട്, എന്നാൽ അന്ന് പോണ്ട. ഇതാണ് അതിൻ്റെ ലക്ഷണം പറയുക. അപ്പോൾ തമസൂത്തു അജ്ഞാനജം വിദ്ധി, അജ്ഞാനജമാണ്. മോഹനം സർവദേഹിന, എല്ലാവരെയും അത് മോഹിപ്പിക്കും. പ്രമാദം, ആലസ്യ, നിദ്ര, ഇതിനാൽ അത് നമ്മളെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സത്വഗുണമാണെങ്കിലോ ഈ പറഞ്ഞ ഉത്താനപാദനും സുരുചിയും ഉത്തമനും. അതാണ്. എന്നാൽ അത് എന്താ പറയുക, അത് ബന്ധനമല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ബന്ധനമാണ്. രജസ് കർമ്മമാകുന്നു, ആഗ്രഹങ്ങളാകുന്നു. രാവണനെ നമ്മൾ കണ്ടു. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് 10ാം ശ്ലോകത്തിൽ, 9 വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. മിനിഞ്ഞാത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കോമ്പിനേഷൻ, രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്നത്. രജ തമ, രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അഭിഭൂയ എന്ത് ചെയ്യുന്നു? ഇവൻ കീഴടക്കിയിട്ട് സത്വം ഭവതി, സത്വം പ്രത്യക്ഷമാകും. ഈ 3 പേരും എപ്പോഴും ഫൈറ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ഇത് നമ്മൾ അനുവദിക്കണം. ഈ യുദ്ധത്തിൽ ആരാണ് നമ്മൾ ഈ എന്താ പറയുക, ഈ ഹ്യൂമൻ സൈക്കോളജിയൊക്കെ പറയുമ്പോൾ, നമ്മുടെ മനഃശാസ്ത്രം പറയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ, നമ്മൾ തൃശ്ശൂരിൽ ഒരു ജോസഫ് സാറുണ്ട്. സാറ് നമ്മളെ ചിന്മയ മിഷനിലുള്ളപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ പലയിടത്തായിട്ട് ടി എ എന്ന് പറഞ്ഞു. ഞങ്ങൾ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളൊരു സ്കൂൾ സിലബസ്
വർക്കൊക്കെ ഒരുമിച്ച് ആ ഒരു ടീമായിട്ടൊക്കെ ചെയ്തതാണ്, കുറേ ടീച്ചേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒപ്പം നമ്മളുടെ ഓരോ മനുഷ്യനെ ഡയഗ്നോസ് ചെയ്യുന്ന, മനഃശാസ്ത്രപരമായി ഡയഗ്നോസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സാറ് നല്ലൊരു കൗൺസിലറാണ്. തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് അറിയുമായിരിക്കാം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ സാറ് വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ജോസഫ് സാർ. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മുടെയൊക്കെ ഉള്ളിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. നമ്മളെപ്പോഴും സംസാരിക്കുന്നുണ്ട് 3 വ്യക്തിത്വങ്ങൾ. ടിഎയിൽ പറയുന്ന 3 വ്യക്തിത്വങ്ങൾ അഡൽട്ട്, പാരൻ്റ്, ചൈൽഡ്, അങ്ങനെയാണ്. ഒരു മുതിർന്ന ഒരാളുണ്ട്, ഒരു പാരൻ്റ് ഉണ്ട്, ഒരു അഡൾട്ട് ഉണ്ട്, ഒരു ചൈൽഡ് ഉണ്ട്. ഈ ചൈൽഡാണ് പലപ്പോഴും തമാശകൾ പറയുക. അതിൽ പറയുന്ന ഉദാഹരണം തന്നെ, ക്ലാസ്സിൽ പറയുന്ന ഉദാഹരണം തന്നെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു, സമയം എത്രയായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരം തരുന്ന ആൾ ഇതേപോലെ നമ്മുടെ ഏജുള്ള ഒരാളായിരിക്കാം. പക്ഷെ ആ ഉത്തരം തരുന്ന ആൾ ഇന്നലത്തെ നേരമായി എന്ന് പറയും. അപ്പോൾ ആ ഉത്തരം ആരാണ് തരുന്നത്? ചോദ്യം ആരാണ് ചോദിച്ചത്? ചോദ്യം ചോദിച്ചത് അഡൾട്ടോ പേരൻറ്റോ ആവാം നല്ലതാണ്, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഉത്തരം എന്താണ്? തമാശയാണ്. അപ്പോൾ നമുക്ക് കേൾക്കുന്നത് നമുക്ക് എന്ത് വരും? ദേഷ്യം വരും. ദേഷ്യം വരാൻ കാരണം എന്താ? ആ ഉത്തരത്തെ കേൾക്കുന്നത് ആരാണ്? ഈ പാരൻ്റാണ്. നേരെ മറിച്ച് ചൈൽഡ് അത് കേട്ടാലോ ചിരിക്കും. ആഹാ, ഓ ഇന്നലത്തെ നേരം, ഞാൻ വിചാരിച്ചു മിനിഞ്ഞാന്നത്തെ നേരമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, നീ സമയം എത്രയെന്ന് പറ. അപ്പോൾ അയാൾ മര്യാദയ്ക്ക് പറഞ്ഞു. അപ്പം നമ്മളൊരു കാര്യം, ഇത് പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് മോഡേൺ മനഃശാസ്ത്രത്തിൽ, സൈക്കോളജിയിൽ ഒക്കെ ഇവരിങ്ങനെ ഇതിനെ അപഗ്രഥിക്കുമ്പോൾ നമ്മുടെ ഈ വേദാന്ത ശാസ്ത്രം, ഭഗവത്ഗീത പോലുള്ളത് പറയുന്നത് ഈ 3 ഗുണങ്ങളാണ്. സത്വവും രജസും തമസും. അവിടെ പാരൻ്റ്, അഡൾട്ട്, ചൈൽഡ് എന്നുള്ളതല്ല. ഇവന്മാർ 3 പേരും ഓരോരുത്തരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് വരും. എവിടെയൊക്കെ വരും ഇവർ? ഇന്ദ്രിയ ബുദ്ധിയിൽ, മനസ്സിൽ, ഇന്ദ്രിയങ്ങളിൽ. 3 സ്ഥലങ്ങളാണ് ഇവരുടെ പാർപ്പിടം. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വട്ടം കറക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണിത്. നിങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുമുണ്ടല്ലോ, നമ്മളിപ്പോൾ എന്തിലാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ 2 പേര് തമ്മിലും 3-4 പേരിങ്ങനെ ചണ്ട കൂടുകയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയുകയും അവരതിനെ ഇമോഷനാക്കി എടുക്കുകയും എല്ലാം ഭാഗം ചേർന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഒബ്സർവറായാൽ നിങ്ങൾക്കിത് മനസ്സിലാവും, വളരെ നന്നായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ തന്നെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. രജസ് എടുക്കാം, തമസ് എടുക്കാം, സത്വം എടുക്കാം. ഇതിനൊക്കെ ആക്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ചിലപ്പോൾ കടിച്ചു പിടിച്ച് സഹിക്കുന്നില്ലേ നമ്മൾ? ചിലപ്പോൾ ശരി സാർ, വലിയ ഓഫീസറുടെ അടുത്ത് യെസ് സാർ, കോടതിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു യെസ് ലോഡ് അല്ലേ? മനസ്സിലെന്താ പറയാ? മനസ്സിൽ നമ്മൾ കുറേ ഡാഷ് പറയും. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല, അതല്ല. അപ്പം അതുകൊണ്ട് ആക്ടിങ് ആണ് അതൊക്കെ. ഈ 3 പേര് ഇവിടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു പോവാ. നമ്മളാണ് നമ്മളെ അപഗ്രഥിക്കേണ്ടത്, വിലയിരുത്തേണ്ടത്, എവിടെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഗീത നിത്യജീവിതത്തിൽ ഭഗവത്ഗീതയുടെ പ്രായോഗികത എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇതാണ്. വേറെന്ത് പ്രായോഗികതയാണ്? നിങ്ങൾക്കെന്താ ആരോടെയും തല്ലുകൂടാനുണ്ടോ? ഇതിൽ പറയുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു യുദ്ധം വന്നിട്ട് നിങ്ങൾ ചേരി തിരിഞ്ഞ് നിന്ന് വാളെടുത്ത് വെട്ടാൻ പോകുന്നുണ്ടോ? നടക്കുമോ ഇനി അതൊക്കെ?
പണ്ട് നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ഇരിക്കട്ടെ. അതുപോലെ നടക്കുമോ? ഒരാൾക്കൊരാളെ തല്ലുക അല്ല എന്തെങ്കിലും ശിക്ഷിക്കണമെങ്കിലൊക്കെ ഇവിടുത്തെ വ്യവസ്ഥിതികളുണ്ട്. ആ വ്യവസ്ഥിതിയെ തകിടം മറിച്ചുകൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, നമുക്കാർക്കും പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് ഒരു തരത്തിലും അവഗണിച്ചു കൂട്ടാം. അതുകൊണ്ട് ഗീതയുടെ സാർവലൗകികത, ദേശകാലങ്ങളെ അതിവർത്തിച്ച് നിൽക്കുന്ന ഗീതയുടെ പ്രസക്തി, ഗീത ജാതിയെയും മതത്തെയും ലിംഗത്തെയും ഒക്കെ അതിവർത്തിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ എന്ത് മതമാണുള്ളത്? ഗീതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ ഗ്രന്ഥമാണ്, അതൊക്കെ ഓരോ പൊട്ടന്മാർ പറയുന്നതാണ്. ഗീത ഒരു ഫിലോസഫിയാണ്, ഹ്യൂമൻ ഫിലോസഫിയാണ്, അത്രയേ ഉള്ളൂ. അവിടെ എന്ത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, അങ്ങനെയൊന്നും, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഓരോന്നും. അപ്പം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കീഴടക്കിയിട്ട് അഭിഭൂയ സത്വം ഭവതി, സത്വം ജയിക്കുന്നു, മുന്നിട്ട് നിൽക്കുന്നു, പ്രത്യക്ഷമാണ്. സത്വം തമഹ, സത്വഗുണത്തെയും തമോ ഗുണത്തെയും അഭിഭൂയ കീഴടക്കിയിട്ട് രജഹ ഭവതി, രജസ് പ്രത്യക്ഷമാവും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടല്ലോ. അതുപോലെ തഥാ സത്വം രജച്ച, സത്വത്തെയും രജസ്സിനെയും കീഴടക്കിയിട്ട് തമഹ അഭിഭൂയ ഭവതി, തമസ് പ്രത്യക്ഷമാവും. അപ്പം ഇവരിങ്ങനെ യുദ്ധം ചെയ്യും. ഒരാളെ, ഈ രണ്ടുപേരെ കീഴ്പ്പെടുത്തി ഒരാൾ നിൽക്കും. ഇനി അതല്ല, 3 പേര് ഒരു സമവായത്തിലൂടെ നിൽക്കും, 2 പേര് മാത്രം നിൽക്കും. ഭയങ്കര രസമാണ്. ചതുരംഗക്കളിയാണത്. ഈ ക്ഷേത്രത്തിലെ കൊടി, ക്ഷേത്രത്തിൽ ഉയർത്തുന്ന കൊടി ഈ 3 നിറങ്ങളാണ്, അല്ലാതെ കാവിക്കൊടിയല്ല ക്ഷേത്രത്തിൻ്റെ കൊടി. അതൊക്കെ ഈ പറഞ്ഞ ചില രാഷ്ട്രീയ സ്വാധീനത്തിൽ അവർ ഉയർത്തുന്നതാണ്. ധ്വജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് കാവിക്കൊടി കയറ്റാറുണ്ടോ എന്നുള്ളത്, ഇനി പുതുതായിട്ട് ആരെയും കയറ്റുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാവിക്കൊടിയായിട്ട് ക്ഷേത്രത്തിന് ബന്ധമില്ല. ക്ഷേത്രത്തിലുള്ളത് ഇതാണ്, ഈ 3 നിറങ്ങൾ. നിങ്ങൾ നോക്കിക്കോളൂ. കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, വെളുപ്പുണ്ട്. 3 നിറങ്ങളും 3 ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന. ഈ കറുപ്പ് നിറം അങ്ങനെ പറയരുത്, മോശമാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നേ. അത് ഈ ആരുടെയും തൊലി നിറം പറഞ്ഞതല്ല ഇവിടെ. കറുപ്പ് തമോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ഡാർക്ക്, ആ തമസ്, രാത്രി തമോ ഗുണമാണ്, ഉച്ച രജോ ഗുണമാണ്, രാവിലെ സത്വഗുണമാണ്. അപ്പം സത്വഗുണത്തെയാണ് വെളുപ്പ്, രജോ ഗുണത്തെയാണ് ചുവപ്പ്, തമോ ഗുണത്തെയാണ് കറുപ്പ്. ഈ 3 നിറങ്ങളാണ് കൊടിയിലുണ്ടാവുക. ആ കൊടി എന്ന് പറയുന്നത് ഇങ്ങനെ താഴേക്ക് വരും. ഈ 3 നിറങ്ങളുണ്ടാവും. പിന്നെ അതിങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിൽ തുന്നിയിട്ടുണ്ടാവും. ക്ഷേത്രങ്ങളിലെ കൊടി അങ്ങനെയാണ്, കേരളത്തിൽ. പിന്നെ മതിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കെട്ടുന്നത് രാഷ്ട്രീയ കൊടിയാണ്. അതിനിതുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പം ഇത് എവിടെയൊക്കെ ഇത് കാണുന്നു അപ്പോഴൊക്കെ നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുക. ക്ഷേത്രത്തെ ഈ ശരീരമായിട്ട് കണ്ട് അതിലെ കൊടി നട്ടെല്ലാണ്. കൊടിമരം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലാണ്. അതിൽ ഉയർത്തിയിരിക്കുന്നത് ഈ 3 ഗുണങ്ങളാണ്, സത്വരജ തമോ ഗുണങ്ങളാണ്. ഇനി ഇതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.